ഈശോയിലെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തില് ഈശോ നമ്മളോട് പറയുകയാണ് മറ്റുള്ളവർക്ക് ഇടർച്ചയ്ക്ക് കാരണമാകരുത്, മറ്റുള്ളവർക്ക് പാപത്തിന് പ്രേരണ നൽകരുതെന്ന് പറയുകയാണ്. ഏറ്റവും കൂടുതലായിട്ട് ഈശോ പറയുകയാണ് ഉപ്പ് നല്ലതാണ്, പക്ഷെ ഉറ കിട്ടുപോയാൽ ഉപ്പിന് എന്തുകൊണ്ട് ഉറ കൂട്ടും, അത് പുറത്തേക്ക് എറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് ഉപകരിക്കില്ലെന്ന് പറയുകയാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മളിത് കൂട്ടി വായിക്കുമ്പോൾ മറ്റുള്ളവർക്ക് പാപത്തിന് പ്രേരണ നൽകുന്ന ഒരു മനുഷ്യൻ, മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്തുന്ന ഒരു മനുഷ്യൻ ഉറകെട്ട ഉപ്പിന് തുല്യനാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുമ്പോൾ അവന്റെ ഉള്ളില് തിന്മ കുത്തി നിറച്ചിട്ടല്ല ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്, ലോകത്തേക്ക് വിട്ടിരിക്കുന്നത്, മറിച്ച് അവന്റെ ഉള്ളില് നന്മകള് നിറച്ചിട്ടാണ് ദൈവം ഒരു മനുഷ്യനെ ലോകത്തിലേക്ക് അയക്കുന്നത്. അത് നമ്മള് ഈ ശിശുക്കളുടെ നിഷ്കളങ്കത എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നുണ്ടല്ലേ. ഒരു ശിശുവിനെ എടുത്തു നോക്കുമ്പോൾ അവന്റെ ഫുള്ള് നന്മകളാണ്. എപ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഇവരെ കാണുമ്പോൾ, നിഷ്കളങ്കതയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എപ്പോഴും ഫുള്ള് ഈ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ, ഫുള്ള് നന്മകൾ മാത്രമാണ് കുഞ്ഞിലൊക്കെ ഉണ്ടാകുന്നത്. ഈശോ പറയുകയാണ് നിങ്ങളുടെ മനസ്സ് ആത്യന്തികമായിട്ട് നിങ്ങളുടെ മനസ്സ് ഫുള്ള് നന്മയാണ്. ഇനി ഈ ഉപ്പിന് ഉറ കിട്ടു പോകുന്നത് പോലെ നിങ്ങളുടെ നന്മകള് മാറിപ്പോയി തിന്മകൾ കയറി വരികയും അതിനപ്പുറത്തേക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് നിങ്ങൾ ആ തിന്മയിലേക്ക് മറ്റുള്ളവരെ നയിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഉറകെട്ട ഉപ്പിന് തുല്യരാണെന്ന് പറയുകയാണ്. അതിനേക്കാളൊക്കെ ഭേദം നിങ്ങൾക്ക് അംഗഭംഗം നേരിടുകയാണെന്നൊക്കെ സുവിശേഷത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ നമ്മളൊരു ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ ഇടർച്ച വരുത്തുന്നുണ്ട്, പാപത്തിന് പ്രേരണ നൽകുന്നുണ്ട്, സംസാരത്തിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ചില മെസ്സേജുകളിലൂടെ ആയിരിക്കാം, മറ്റുള്ളവർക്ക് എന്തെങ്കിലും രീതിയിൽ ഞാൻ പാപത്തിന് പ്രേരണ നൽകുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിന്ന് നന്മയുള്ളൊരു ജീവിതം നയിക്കാനുള്ള നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്